ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു വീഡിയോയിൽ ലെൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ബേസിക് കോൺസെപ്റ്റ് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ കോൺസെപ്റ്റുകളെല്ലാം നിങ്ങൾ ഓൾറെഡി 10ാം ക്ലാസ്സിലെ ഫിസിക്സിൽ പഠിച്ചു കഴിഞ്ഞതാണ്. നമുക്കതൊന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാം. സോ ലെൻസ് നമുക്കറിയാം, അതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മീഡിയമാണ്, സുതാര്യമായ മീഡിയമാണ്. ലൈറ്റിൻ്റെ റിഫ്രാക്ഷൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ലെൻസ് എന്ന് പറയുന്നത്. ലെൻസിന് എത്ര റിഫ്രാക്റ്റിംഗ് സർഫസ് ഉണ്ട്? 2 റിഫ്രാക്റ്റിംഗ് സർഫസ് ഉണ്ട്. നിങ്ങൾ കണ്ടിരിക്കുന്ന ലെൻസുകളിലൊക്കെ റിഫ്രാക്റ്റിംഗ് സർഫസിന് പ്രത്യേകത ഉണ്ടായിരിക്കും, അത് വളഞ്ഞായിരിക്കും ഇരിക്കുന്നത്. 2 റിഫ്രാക്റ്റിംഗ് സർഫസും കർവ്ഡ് ആയിട്ടുള്ള ലെൻസുകളുണ്ട്. ഒരു റിഫ്രാക്റ്റിംഗ് സർഫസ് മാത്രം പ്ലെയിൻ ആയിട്ടുള്ളതും മറ്റേ റിഫ്രാക്റ്റിംഗ് സർഫസ് വളഞ്ഞിരിക്കുന്ന ലെൻസുകളുണ്ട്. അങ്ങനെ പല ടൈപ്പ് ലെൻസുകളുണ്ട്. അപ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയത്തെ നമ്മൾ ലെൻസ് എന്ന് വിളിക്കണമെങ്കിൽ അതിന് 2 റിഫ്രാക്റ്റിംഗ് സർഫസ് വേണം. അതിൽ ഏതെങ്കിലും ഒരു സർഫസ് എങ്കിലും കർവ്ഡ് ആയിരിക്കണം, വളഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അത്തരം ട്രാൻസ്പെറൻറ്റ് മീഡിയത്തെ നമുക്ക് ലെൻസ് എന്ന് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. റിഫ്രാക്റ്റിംഗ് സർഫസുകളുടെ ഷേപ്പിനനുസരിച്ച് നമുക്ക് ലെൻസുകൾക്ക് പല പേരുകളും കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ആ ഫസ്റ്റ് ഫിഗർ നോക്കിക്കേ. ഫസ്റ്റ് ഫിഗറിൽ റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ പ്രത്യേകത എന്താണ്? രണ്ടും പുറത്തേക്ക് തള്ളി നിൽക്കുകയോ ചെയ്യുന്നത്. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന റിഫ്രാക്റ്റിംഗ് സർഫസുകളെ നമ്മൾ കോൺവെക്സ് റിഫ്രാക്റ്റിംഗ് സർഫസസ് എന്ന് പറയും. അപ്പോൾ 2 കോൺവെക്സ് റിഫ്രാക്റ്റിംഗ് സർഫസുകൾ ചേർന്ന ലെൻസിനെയാണ് നമ്മൾ കോൺവെക്സ് ലെൻസ് അഥവാ ബൈ കോൺവെക്സ് ലെൻസ് എന്ന് വിളിക്കുന്നത്. ഇനി സെക്കൻഡ് ഫിഗർ നോക്കിക്കേ. അവിടെ 2 റിഫ്രാക്റ്റിംഗ് സർഫസ് ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് രണ്ടും അകത്തേക്കാണ് കുഴിഞ്ഞിരിക്കുന്നത്. അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന റിഫ്രാക്റ്റിംഗ് സർഫസുകളെ നമ്മൾ കോൺകേവ് റിഫ്രാക്റ്റിംഗ് സർഫസ് എന്ന് പറയും. അപ്പോൾ 2 കോൺകേവ് റിഫ്രാക്റ്റിംഗ് സർഫസുകൾ ചേർന്ന വരുന്ന ലെൻസിനെയാണ് നമ്മൾ കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. ഇതേപോലെ ഒരു റിഫ്രാക്റ്റിംഗ് സർഫസ് പ്ലെയിൻ ആയിട്ടിരിക്കുന്നതും കോൺവെക്സ് ആയിട്ടിരിക്കുന്നതുമായിട്ടുള്ള ലെൻസുകളുണ്ട്. ഒരു റിഫ്രാക്റ്റിംഗ് സർഫസ് പ്ലെയിൻ ആയിട്ടുള്ളതും കോൺകേവ് ആയിട്ടുള്ള ലെൻസുകളുണ്ട്. ഒരു സർഫസ് കോൺവെക്സ് ആയിട്ട് വരുന്നതും കോൺകേവ് ആയിട്ട് വരുന്നതുമായിട്ടുള്ള ലെൻസുകളുണ്ട്. അങ്ങനെ പല ടൈപ്പ് ലെൻസുകളുണ്ട്. ലെൻസിൻ്റെ റിഫ്രാക്റ്റിംഗ് സർഫസുകളുടെ ഷേപ്പ് നോക്കിയാണ് നമ്മൾ ലെൻസിന് പേര് കൊടുക്കുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 2 ടൈപ്പ് ലെൻസുകളാണ്. ഒന്ന് കോൺവെക്സ് ലെൻസും 2 കോൺകേവ് ലെൻസും. ഇനി നമുക്ക് ലെൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാങ്കേതിക പദങ്ങൾ നോക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കോൺവെക്സ് ലെൻസിനെയും കോൺകേവ് ലെൻസിനെയും നമ്മൾ സ്പെറിക്കൽ ലെൻസസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ റിഫ്രാക്റ്റിംഗ് സർഫസുകൾ ഒരു സ്പിയറിൻ്റെ ഭാഗമാണ്. റിഫ്രാക്റ്റിംഗ് സർഫസുകൾ സ്പിയറിൻ്റെ ഭാഗമായിട്ട് വരുന്ന ലെൻസുകളെ നമ്മൾ സ്പെറിക്കൽ ലെൻസസ് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ സ്പെറിക്കൽ മിറേഴ്സിന് കുറച്ച് ടെക്നിക്കൽ ടേംസ് പഠിച്ചില്ലേ? പോള്, സെൻറ്റർ ഓഫ് കർവേച്ചർ, ഫോക്കസ്. അതേപോലെ ലെൻസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചില ടെക്നിക്കൽ ടേംസ് ഉണ്ട്. അതിനായിട്ട് നിങ്ങൾ ഫിഗർ നോക്കുക. ADC ABC അതൊരു കോൺവെക്സ് ലെൻസാണ്. കോൺവെക്സ് ലെൻസിന് 2 റിഫ്രാക്റ്റിംഗ് സർഫസ് ഉണ്ട്. ഒന്നാമത്തെ സർഫസ് ആണ് ADC, രണ്ടാമത്തെ സർഫസ് ആണ് ABC. ADC എന്ന റിഫ്രാക്റ്റിംഗ് സർഫസ് ഭാഗമായിട്ട് വരുന്ന സ്പിയർ ആണ് സ്പിയർ 2. സ്പിയർ 2ൻ്റെ സെൻറ്റർ C2 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ രണ്ടാമത്തെ റിഫ്രാക്റ്റിംഗ് സർഫസ് ആയ ABC അത് ഭാഗമായിട്ട് വരുന്ന സ്പിയർ ആണ് സ്പിയർ 1. അതിൻ്റെ സെൻറ്റർ ആണ് C1. ഓക്കെ, അപ്പോൾ നമുക്ക് ലെൻസിൻ്റെ ഓരോ സാങ്കേതികമായിട്ടുള്ള പദങ്ങൾ നോക്കാം. അതിലൊന്നാമത്തതാണ് ഒപ്റ്റിക് സെൻറ്റർ. ഫിഗറിൽ O എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയുന്നത് ഒരു ലെൻസിൻ്റെ മിഡ് പോയിൻ്റ് ആണ്. മിഡ് പോയിൻ്റ് ഓഫ് ലെൻസ് ഇസ് നോൺ ആസ് ഒപ്റ്റിക് സെൻറ്റർ. പിന്നെ ഫിഗറിൽ DB എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റുകൾ നോക്കിക്കേ. D എന്ന് പറയുന്നത് ADC എന്ന റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ പോളാണ്. B എന്ന് പറയുന്നത് ABC എന്ന റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ പോളാണ്. ഓക്കെ, അപ്പോൾ പോൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓരോ റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ മിഡ് പോയിന്റ് അതിനെയാണ് നമ്മുടെ പോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലെൻസിന് എത്ര പോളുണ്ട്? 2 പോളുണ്ട്. ലെൻസിൻ്റെ മിഡ് പോയിന്റിനെയാണ് നമ്മൾ ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഡെഫിനിഷൻ, സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് ദ സ്പിയർ ഓഫ് വിച്ച് refracting surface is a part.
റിഫ്രാക്റ്റിംഗ് സർഫസ് ഭാഗമായിട്ട് വരുന്ന സ്പിയറിൻ്റെ സെൻറ്റർ, അതിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. നിങ്ങൾ ആ ഫിഗറിലേക്ക് നോക്കിക്കേ. ഒന്നാമത്തെ റിഫ്രാക്റ്റിംഗ് സർഫസ് ADC, അത് സ്പിയർ 2ൻ്റെ ഭാഗമാണ്. അതിൻ്റെ സെൻറ്ററാണ് C2. അപ്പോൾ C2 എന്ന് പറയുന്നത് ADC എന്ന റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ്. സിമിലർലി C1 ഇസ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് ABC. അപ്പോൾ ഒരു സ്പെറിക്കൽ മിററിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു ലെൻസിന് എത്ര സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ട്? 2 സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. കാരണം ലെൻസിന് 2 സ്പെറിക്കൽ സർഫസ് ഉണ്ട്. അതുകൊണ്ടാണ് 2 സെൻറ്റർ ഓഫ് കർവേച്ചർ വരുന്നത്. ഇനി അടുത്ത ടേമാണ് പ്രിൻസിപ്പൽ ആക്സസ്. നമ്മുടെ ലെൻസിൻ്റെ 2 സെൻറ്റർ ഓഫ് കർവേച്ചറിനെയും ഒപ്റ്റിക് സെൻറ്ററിനെയും ജോയിൻ ചെയ്യുന്ന ആ ഇമാജിനറി ലൈനിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സസ് എന്ന് പറയുന്നത്. അടുത്തതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചർ അറിയാലോ, റിഫ്രാക്റ്റിംഗ് സർഫസ് ഭാഗമായിട്ട് വരുന്ന സ്പിയറിൻ്റെ റേഡിയസ് ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ അളക്കുന്നത്? റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ പോളിൽ നിന്നും അതിൻ്റെ കറസ്പോണ്ടിങ് സെൻറ്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ദൂരമാണ് ആ റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. It is the distance between the refracting surface and its center of curvature. First refracting surface ADC, അതിൻ്റെ പോൾ D ആണ്. ഡിയിൽ നിന്നും അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ ആയിട്ടുള്ള C2ലേക്കുള്ള ദൂരമാണ് ഒന്നാമത്തെ റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ. അതേപോലെ തന്നെ രണ്ടാമത്തെ റിഫ്രാക്റ്റിംഗ് സർഫസ് ABC, അതിൻ്റെ പോളിൽ നിന്നും അതിൻ്റെ കറസ്പോണ്ടിങ് സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്കുള്ള ദൂരമാണ് അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലെൻസിന് എത്ര റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ട്? 2 റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ട്. ഈ 2 റേഡിയസ് ഓഫ് കർവേച്ചർ സെയിം ആകാം, ഡിഫറെൻ്റ് ആകാം. പ്രിൻസിപ്പൽ ഫോക്കസ്. നമ്മൾ കോൺവെക്സ് ലെൻസിനും കോൺകേവ് ലെൻസിനും സെപ്പറേറ്റ് ആയിട്ടാണ് പ്രിൻസിപ്പൽ ഫോക്കസിൻ്റെ ഡെഫിനേഷൻ പറയുന്നത്. ഫസ്റ്റ് നിങ്ങളെല്ലാവരും ആ കോൺവെക്സ് ലെൻസിൻ്റെ റേ ഡയഗ്രം നോക്കിക്കേ. അവിടെ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലാണ്. ആ ലൈറ്റ് റേ ലെൻസിലൂടെ കടന്നു പോകുമ്പോൾ ഇറ്റ് വിൽ അണ്ടർഗോ റിഫ്രാക്ഷൻ. റിഫ്രാക്ഷന് ശേഷം ലെൻസിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഈ ലൈറ്റ് റേസ് എല്ലാം പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കൺവേർജ് ചെയ്യുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. ചുരുക്കി പറയുവാണെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസ് റിഫ്രാക്ഷന് ശേഷം മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ്, അതിനെയാണ് നമ്മൾ ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. അതേപോലെ നമുക്കൊരു കോൺകേവ് ലെൻസിനും പ്രിൻസിപ്പൽ ഫോക്കസ് പറയാവുന്നതാണ്. ഫിഗർ നോക്കിക്കേ. ഇൻസിഡൻറ്റ് റേസ് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലാണ്. റിഫ്രാക്റ്റഡ് റേസ് നോക്കിക്കേ. റിഫ്രാക്റ്റഡ് റേസ് എല്ലാം ഡൈവേർജ് ചെയ്ത് പോവുകയാണ്, അകന്നകന്ന് പോവുകയാണ്. ഈ ഡൈവേർജ് ചെയ്ത് പോകുന്ന റിഫ്രാക്റ്റഡ് റേസിനെ നമ്മൾ ബാക്ക് ട്രേസ് ചെയ്യുകയാണെങ്കിൽ അത് പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ആ പോയിന്റിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസിഡൻറ്റ് റേസ് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലാണ്. റിഫ്രാക്ഷൻ ശേഷം ആ ലൈറ്റ് റേസ് എല്ലാം ഒരു പോയിന്റിൽ നിന്നും വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുവാണെങ്കിൽ ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. കോൺവെക്സ് ലെൻസിൽ ലൈറ്റ് റേസ് റിഫ്രാക്ഷന് ശേഷം ശരിക്കും ആ ഫോക്കൽ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. അതേസമയം കോൺകേവ് ലെൻസിൻ്റെ കേസിൽ റിഫ്രാക്ഷന് ശേഷം ലൈറ്റ് റേസ് എല്ലാം ഫോക്കസിൽ നിന്നും വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് റിയലും കോൺകേവ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് നമുക്ക് വെർച്വലായിട്ട് എടുക്കാം. ഇനി എൻ്റെ ചോദ്യം, ഒരു ലെൻസിന് എത്ര പ്രിൻസിപ്പൽ ഫോക്കസ് ഉണ്ട്? ഞാനിപ്പോൾ ഈ റേ ഡയഗ്രാംസ് എങ്ങനെ വരച്ചേക്കണത്? ഇൻസിഡൻറ്റ് റേ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്ന രീതിയിൽ. എനിക്ക് വേണമെങ്കിൽ റേ ഡയഗ്രാം ഇങ്ങനെയും വരയ്ക്കാമല്ലോ. ഇൻസിഡൻറ്റ് റേ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് പോകുന്ന രീതിയിൽ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ രീതിയിലായിരിക്കും റേ ഡയഗ്രാം കിട്ടുന്നത്. കോൺവെക്സ് ലെൻസിൻ്റെ റേ ഡയഗ്രാം ഇങ്ങനെ കിട്ടും, കോൺകേവ് ലെൻസിൻ്റെ റേ ഡയഗ്രാം ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം ഇതിൽ നിന്ന്?
ഒരു കോൺവെക്സ് ലെൻസിനും കോൺകേവ് ലെൻസിനും 2 പ്രിൻസിപ്പൽ ഫോക്കസ് ആണ് ഉള്ളത്. അടുത്ത ടേമാണ് ഫോക്കൽ ലെങ്ത്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ഒപ്റ്റിക് സെൻറ്റർ ടു പ്രിൻസിപ്പൽ ഫോക്കസ്. ലെൻസിൻ്റെ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നും പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള ദൂരമാണ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. നമ്മൾ ഒരു കാര്യം കൂടി അസ്യൂം ചെയ്യുന്നുണ്ട്. കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവായിട്ടാണ് നമ്മൾ എടുക്കുന്നത്, കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവായിട്ട്. അപ്പോൾ ഈ ഒരു അസംഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ് ആൻഡ് ദാറ്റ് ഓഫ് കോൺകേവ് ലെൻസ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. അതിനുശേഷം വരുന്ന ടേമാണ് പവർ ഓഫ് എ ലെൻസ്. അതായത് ഒരു ലെൻസിന് ലൈറ്റിനെ ഡൈവേർജ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ കൺവേർജ് ചെയ്യിക്കാനുള്ള കഴിവുണ്ട്. ആ കഴിവ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത്. നമ്മളെങ്ങനെ പവർ അളക്കുന്നത്? അതാണ് ഡെഫിനിഷൻ പറയുന്നത്. ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് എക്സ്പ്രസ്ഡ് ഇൻ മീറ്റേഴ്സ്. പവർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഫോക്കൽ ലെങ്ത് മീറ്ററിലാണോ എന്ന് ശ്രദ്ധിക്കണം. മീറ്ററിലാണെങ്കിൽ മാത്രമേ നമുക്ക് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂവിനെ പവർ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പവർ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഫോക്കൽ ലെങ്ത് അറിയണം. ഫോക്കൽ ലെങ്ത് മീറ്ററിലാക്കണം. മീറ്ററിലാക്കിയിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ പവർ ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ടേക്കൺ ഇൻ മീറ്റേഴ്സ്. പവറിൻ്റെ യൂണിറ്റാണ് ഡയോപ്റ്റർ. ഇനി നമുക്ക് കോൺവെക്സ് ലെൻസിനെ കൺവെർജിങ് ലെൻസ് എന്ന് വിളിക്കാം. കാരണം എന്താണ്? പാരലൽ ലൈറ്റ് റേസിനെ റിഫ്രാക്ഷന് ശേഷം ഒരു പോയിന്റിലേക്ക് കൺവെർജ് ചെയ്യിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? കോൺവെക്സ് ലെൻസിനുണ്ട്. സോ ദേ ആർ നോൺ ആസ് കൺവെർജിങ് ലെൻസ്. അതേപോലെ കോൺകേവ് ലെൻസിനെ നമുക്ക് ഡൈവേർജിങ് ലെൻസ് എന്ന് വിളിക്കാം. കാരണം എന്താണ്? പാരലൽ ബീം ഓഫ് ലൈറ്റിനെ ഡൈവേർജ് ചെയ്യിക്കാനുള്ള കഴിവ് കോൺകേവ് ലെൻസിനുണ്ട്. സോ കോൺകേവ് ലെൻസ് ഈസ് എ ഡൈവേർജിങ് ലെൻസ്. ഒരു കൺവെർജിങ് ലെൻസിൻ്റെ പവർ പോസിറ്റീവായിരിക്കും, ഡൈവേർജിങ് ലെൻസിൻ്റെ പവർ നെഗറ്റീവായിരിക്കും. നെക്സ്റ്റ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. നമ്മൾ മിററിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് ലെൻസിൻ്റെ കേസിലും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ്, ഹൈറ്റ് ഓഫ് ദി ഇമേജ്, ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്നീ ദൂരങ്ങൾ നമുക്ക് അളക്കാനുണ്ട്. അപ്പോൾ ഈ ദൂരങ്ങൾ എവിടെ നിന്ന് അളക്കണം? ഈ ദൂരങ്ങൾക്ക് എന്ത് സൈൻ കൊടുക്കണം? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നമ്മളെല്ലാം മെഷർ ചെയ്യുന്നത് ലെൻസിൻ്റെ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നാണ്. ഇൻസിഡൻറ്റ് റേസ് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക്, ആ രീതിയിലാണ് നമ്മൾ വരയ്ക്കുന്നത്. ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നും ലെഫ്റ്റിലേക്ക് മെഷർ ചെയ്യുന്ന എല്ലാ ദൂരങ്ങളും നെഗറ്റീവായിരിക്കും, റൈറ്റിലേക്ക് മെഷർ ചെയ്യുന്ന എല്ലാ ദൂരങ്ങളും പോസിറ്റീവായിരിക്കും. പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ മുകളിലോട്ട് മെഷർ ചെയ്യുന്ന ദൂരങ്ങൾ പോസിറ്റീവും, താഴേക്ക് മെഷർ ചെയ്യുന്ന എല്ലാ ദൂരങ്ങളും നെഗറ്റീവും. അതേപോലെ തന്നെ ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവും കോൺകേവ് ലെൻസിൻ്റെ നെഗറ്റീവുമായിരിക്കും. അപ്പോൾ ലെൻസുകളുടെ ഫോക്കൽ ലെങ്തിൻ്റെ സൈനിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വരുവാണെങ്കിൽ ഉടനെ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനും ഈ 2 പടങ്ങളും ഓർക്കുക. ഒന്നാമത്തെ പടം നോക്കിക്കേ, പ്രിൻസിപ്പൽ ഫോക്കസ് എവിടെയായിരിക്കുന്നത്? റൈറ്റ് സൈഡിൽ. അപ്പോൾ ഫോക്കൽ ലെങ്ത് നമ്മൾ എങ്ങനെ അളക്കും? ഓയിൽ നിന്നും എഫിലേക്കുള്ള ദൂരമാണ് ഫോക്കൽ ലെങ്ത് ആയിട്ട് നമ്മൾ അളക്കുന്നത്. ഫസ്റ്റ് ഫിഗറിൽ നമ്മൾ ഒ എഫ് എന്ന ദൂരം അളക്കുന്നത് റൈറ്റിലേക്കാണ്. റൈറ്റിലേക്കുള്ള ദൂരങ്ങൾ സൈൻ കൺവെൻഷൻ പ്രകാരം പോസിറ്റീവ് അല്ലേ? അപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് അങ്ങനെ ചിന്തിക്കുമ്പോൾ പോസിറ്റീവ് എന്ന് കിട്ടും. അതേപോലെ കോൺകേവ് ലെൻസ് നോക്കിക്കേ, അതിൻ്റെ ഫോക്കൽ ലെങ്ത് നമ്മൾ ലെഫ്റ്റിലേക്കല്ലേ മെഷർ ചെയ്യുന്നത്. ലെഫ്റ്റിലേക്ക് മെഷർ ചെയ്യുന്ന ദൂരങ്ങൾ നെഗറ്റീവ് ആണല്ലോ. അപ്പോൾ ആ ഒരു ഐഡിയ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണെന്ന് കിട്ടാം. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ പ്രോബ്ലമാണ്. വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് ആൻസർ ചെയ്യുക. ആൻസർ ചെയ്തതിന് ശേഷം വെരിഫൈ ചെയ്യാൻ മാത്രം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ്, ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്, ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ്. അതിവിടെ 25 സെൻറ്റിമീറ്ററിന് കൊടുത്തിട്ടുണ്ട്. സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ -25 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി ഇമേജ് ഡിസ്റ്റൻസ്, ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നും ഇമേജിലേക്കുള്ള ദൂരം 100 സെൻറ്റിമീറ്റർ ആണത്. സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ +100 സെൻറ്റിമീറ്റർ കിട്ടും. അതേപോലെ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് +1 സെൻറ്റിമീറ്റർ.
ഹൈറ്റ് ഓഫ് ദി ഇമേജോ -4 സെൻറ്റിമീറ്റർ. ഇങ്ങനെയാണ് നമ്മൾ ലെൻസിൻ്റെ കാര്യത്തിൽ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിലും ലാബിലും ഉപയോഗിക്കുന്ന ലെൻസുകൾക്കൊരു പ്രത്യേകതയുണ്ട്. കട്ടി കുറഞ്ഞ നേർത്ത ലെൻസുകളാണ്. ഇത്തരം ലെൻസുകളെയാണ് നമ്മൾ തിൻ ലെൻസ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ നോക്കുക. If the thickness of a lens is negligible when compared to object distance, image distance and radii of curvature of two surfaces of the lens is said to be thin lens. അതായത് ലെൻസിൻ്റെ 2 റേഡിയസ് ഓഫ് കർവേച്ചർ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ് ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ നെഗ്ലിജിബിൾ ആയിട്ടുള്ള തിക്നെസ് ഉള്ള ലെൻസുകളെ നമ്മൾ തിൻ ലെൻസ് എന്ന് പറയും. അപ്പോൾ തിൻ ലെൻസിൻ്റെ റിഫ്രാക്ഷനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി റേ ഡയഗ്രാംസ്. റേ ഡയഗ്രാം വരയ്ക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആദ്യം ലെൻസ് വരയ്ക്കുക, ഒപ്റ്റിക് സെൻറ്റർ മാർക്ക് ചെയ്യുക, എന്നിട്ട് ഒപ്റ്റിക് സെൻറ്ററിലൂടെ കടന്നു പോകുന്ന പ്രിൻസിപ്പൽ ആക്സിസും വരയ്ക്കുക. ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നും തുല്യ അകലത്തിൽ 2 സൈഡിലുമായിട്ടും എഫും 2Fും മാർക്ക് ചെയ്യണം. ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നും എഫിലേക്കുള്ള ദൂരത്തിൻ്റെ 2 ഇരട്ടിയായിരിക്കണം ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നും 2Fിലേക്കുള്ള ദൂരം. ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുക. ഒബ്ജക്റ്റിൽ നിന്നും 2 ഇൻസിഡൻറ്റ് റേസ് വരയ്ക്കുക. ഇൻസിഡൻറ്റ് റേസ് റിഫ്രാക്ഷന് ശേഷം ഒരു പോയിന്റിൽ ശരിക്കും മീറ്റ് ചെയ്യും, അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും. ആ പോയിന്റിലായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. റിഫ്രാക്ഷന് ശേഷം ലൈറ്റ് റേസ് ശരിക്കും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്തായിരിക്കും? റിയൽ ആയിരിക്കും. ഇനി മീറ്റ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുവാണെങ്കിലോ നമുക്ക് കിട്ടുന്ന ഇമേജ് വെർച്വൽ ആയിരിക്കും. ഒരു ലെൻസിൻ്റെ കേസിൽ നമുക്ക് റിയൽ ഇമേജ് കിട്ടുന്നത് ഒബ്ജക്റ്റ് ഇരിക്കുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. അതേസമയം വെർച്വൽ ഇമേജ് കിട്ടുന്നത് ഒബ്ജക്റ്റ് ഇരിക്കുന്ന അതേ സൈഡിലായിരിക്കും. റേ ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമുക്ക് ചുരുങ്ങിയത് 2 ഇൻസിഡൻറ്റ് റേസ് വേണം. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഇൻസിഡൻറ്റ് റേസ് വരയ്ക്കാം അതാണ് ഈ ഫിഗറിൽ കാണിക്കുന്നത്. ഫിഗറിൽ 2 ഫോക്കസ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഒന്നാമത്തെ ഫോക്കസ് ആണ് ഫസ്റ്റ് ഫോക്കൽ പോയിന്റ്, രണ്ടാമത്തെ ഫോക്കസ് ആണ് സെക്കൻഡ് ഫോക്കൽ പോയിന്റ്. അതിൽ ഫസ്റ്റ് ഫിഗർ നോക്കിക്കേ, ഇൻസിഡൻറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലാണ്. അപ്പോൾ ഈ ലൈറ്റ് റേ റിഫ്രാക്ഷന് ശേഷം പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകും, അഥവാ സെക്കൻഡ് ഫോക്കൽ പോയിന്റിലൂടെ കടന്നു പോകും. ഇനി അതേസമയം ഒരു കോൺകേവ് ലെൻസിൻ്റെ കേസിൽ ഈ ഒരു ലൈറ്റ് റേ റിഫ്രാക്ഷന് ശേഷം ഫസ്റ്റ് ഫോക്കൽ പോയിന്റിൽ നിന്നും വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഫിഗർ സി നോക്കുക. ഇൻസിഡൻറ്റ് റേ ഫസ്റ്റ് ഫോക്കൽ പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ ലൈറ്റ് റേ റിഫ്രാക്ഷന് ശേഷം പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടായിരിക്കും കടന്നു പോകുന്നത്. കോൺകേവ് ലെൻസിൻ്റെ കേസിൽ ഇൻസിഡൻറ്റ് റേ സെക്കൻഡ് ഫോക്കൽ പോയിന്റ് ഇരിക്കുന്ന സ്ഥാനത്തേക്കാണ് പോകുന്നത്. സോ ദ ലൈറ്റ് റേ ആഫ്റ്റർ റിഫ്രാക്ഷൻ വിൽ മൂവ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഇനി ഫിഗർ ഇയും ഫിഗർ എഫും നോക്കിക്കേ. ലൈറ്റ് റേ കടന്നു പോകുന്നത് ഒപ്റ്റിക് സെൻറ്ററിലൂടെയാണ്. ലെൻസ് ഏതുമായിക്കോട്ടെ, ഒപ്റ്റിക് സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ലൈറ്റ് റേക്ക് യാതൊരു ഡീവിയേഷനും ഉണ്ടാകില്ല. അപ്പോൾ ഇത്രയും ആശയങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച റേ ഡയഗ്രാംസ് ഒന്നുകൂടി ഒന്ന് വരച്ചു നോക്കാൻ ശ്രമിക്കുമല്ലോ.